തോന്നക്കൽ ബ്ലൂ മൌണ്ട് പബ്ലിക് സ്കൂളിൽ 29ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി വർണ്ണോത്സവ് 2024 സംഘടിപ്പിച്ചു. തോന്നക്കൽ സഭ കൺവെൻഷൻ സെന്ററിൽ നടന്ന പരിപാടിയിൽ ഭക്ഷ്യവകുപ്പ് മന്ത്രി GR അനിൽ ആഘോഷ പരിപാടികൾക്ക് തിരിതെളിച്ചു. ഒരു സ്കൂളിൽ നിന്ന് വിദ്യാർത്ഥികൾക്ക് എന്തെല്ലാം പ്രദാനം ചെയ്യാൻ കഴിയുമോ അതെല്ലാം നിർവഹിക്കുന്ന ആ പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ടാണ് സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ ഇവിടെ വിശദമായി അവതരിപ്പിച്ചത്. ഞാനത് മുഴുവൻ കേൾക്കുമ്പോൾ സാധാരണ നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെടുന്ന വിദ്യാലയങ്ങളാണ് വിവിധങ്ങളായിട്ടുള്ള സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പ്രവർത്തനങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പലതും ഒബ്സർവ് ചെയ്യുന്നു. എന്നാൽ ഇവിടെ എല്ലാ വിഷയങ്ങളെ സംബന്ധിച്ചുമുള്ള ഒരു വർഷത്തെ കലണ്ടർ അത് വളരെ ശ്രദ്ധേയമായി തന്നെ സ്കൂളിൽ നടപ്പാക്കുന്നു എന്നുള്ളതാണ്. വിദ്യാർത്ഥികൾക്ക് പാഠ്യ വിഷയങ്ങൾ മാത്രമല്ല പാഠ്യേതര വിഷയങ്ങളിലും നല്ല പരിചയവും അനുഭവവും നമ്മുടെ അസംബ്ലിയുടെ ഒരു മാതൃക സംഘടിപ്പിച്ചതിനെ സംബന്ധിച്ച് അതിൽ കക്ഷി നേതാക്കളെയും പ്രതിപക്ഷ നേതാവിനെയും എല്ലാം നമ്മുടെ വിദ്യാർത്ഥികൾ അനുകരിച്ചതുമെല്ലാം അതിനകത്ത് പറയുന്നു. അപ്പം അതുകൊണ്ട് പാഠ്യ വിഷയങ്ങളൊക്കെ കൂടുതൽ പാഠ്യേതര വിഷയങ്ങളിലെ പ്രായോഗിക പ്രവർത്തനങ്ങളിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രാപ്തമാക്കുന്നു എന്നുള്ളതാണ് ഈ സ്കൂളിനെ സംബന്ധിച്ച് ഏറ്റവും പ്രത്യേകതയുള്ള ഒന്നായി ഞാൻ കാണുന്നു. റിസൾട്ടിന്റെ കാര്യത്തിൽ ഇവിടെ സൂചിപ്പിച്ചല്ലോ, 100% സബ്ജക്റ്റുകൾക്കെല്ലാം 100% മാർക്ക് നേടിയ നിരവധി വിദ്യാർത്ഥികൾ വിവിധ സബ്ജക്റ്റുകൾ വിവിധ വിഷയமான റിസൾട്ട് എപ്പോഴും കൈവരിക്കുന്നതിന് അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലൂടെയെല്ലാം നമ്മുടെ ജില്ലയിലും കേരളത്തിലെയും ഒരു മാതൃകാ വിദ്യാലയമാണ് ഈ ബ്ലൂ മൌണ്ട് പബ്ലിക് സ്കൂൾ എന്ന് പറയുന്നതിൽ എനിക്ക് വളരെ വളരെ അഭിമാനമാണ്. ചലച്ചിത്ര താരങ്ങളായ അനുശ്രീയും ദേവനന്ദയും വിശിഷ്ട അതിഥികളായി. ഒരുപാട് സന്തോഷം ഈ ഒരു ചടങ്ങിന് നിങ്ങളെല്ലാവരും സന്തോഷത്തിലുള്ള ഈ ഒരു 29th ആനിവേഴ്സറി സെലിബ്രേഷൻ ഒരു പാർട്ടാവാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. എല്ലാവരെയും കാണാൻ കഴിഞ്ഞതിലും ഒരുപാട് സന്തോഷം. കാരണം ഇവിടെ ഇരിക്കുന്ന ഓരോ കുട്ടികളുടെയും ദിവസമായിരിക്കാം ഇന്ന്. കാരണം സ്കൂൾ ലൈഫ് അല്ലെങ്കിൽ കലാലയ ജീവിതം എന്ന് പറയുന്നതായിരിക്കും ഒരു പക്ഷേ ലൈഫിലെ ഏറ്റവും വലിയ കാര്യം. അതൊരു പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവില്ല, കുറച്ചും കൂടെ ഏജ് കഴിയുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. കാരണം ഈ സമയത്ത് ഒരു പക്ഷെ നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ മതി എന്നായിരിക്കും ചിലപ്പം വിചാരിക്കുന്നത്. പക്ഷെ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞ് വലിയ കുട്ടികളാകുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ആലോചിക്കും അന്നത്തെ പോലെ കുട്ടികൾ ആയാൽ മതിയായിരുന്നു. കാരണം ഞങ്ങളൊക്കെ ഒരുപക്ഷെ റിയലൈസ് ചെയ്യുന്ന ഒരു കാര്യമാണ് അന്നത്തെ സ്കൂൾ കാലഘട്ടവും സ്കൂളിൽ പോയ മെമ്മറീസ് ഒക്കെ ആയിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിച്ചതും പ്രോജക്റ്റ് തയ്യാറാക്കിയതും ഒക്കെ തന്നെ ആയിരിക്കും പിന്നീട് ആലോചിക്കുമ്പോൾ നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലിയ മെമ്മറീസ് എന്ന് പറയുന്നത്. അപ്പൊ ഏറ്റവും നന്നായിട്ട് തന്നെ അത് എൻജോയ് ചെയ്യുക. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഞങ്ങളൊക്കെ പഠിച്ച സമയത്തിനെക്കാട്ടിലും ഒരുപാട് ആർട്സിനും അല്ലെങ്കിൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനും ഒക്കെ ചാൻസസ് ഉള്ള അല്ലെങ്കിൽ സ്കോപ്പ് ഉള്ള അതിൽ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന പേരൻസും ടീച്ചേഴ്സും സ്കൂളിൽ അതിനുള്ള ഈ പറയുന്ന പോലെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് സ്കോപ്പാണ് ഇപ്പോഴത്തെ കുട്ടികൾക്കാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും ഒക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനെയൊക്കെ യൂട്ടിലൈസ് ചെയ്യുക, പഠിക്കണം. പക്ഷെ ഞാൻ എന്നാലും സ്കൂളിൽ പോകുമ്പോൾ എപ്പോഴും പറയുന്ന കാര്യമാണ്, പഠിക്കുക മാത്രമല്ല ബാക്കി സൈഡിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എന്താണോ, എല്ലാവർക്കും ചിലപ്പോൾ മേ ബി എല്ലാവരെയും പോലെ പഠിക്കാൻ കഴിയുമെന്ന് വരില്ല. സോ എന്താണോ നമുക്കുള്ള ഒരു എക്സ്ട്രാ സ്കിൽ എന്നുള്ളത് മനസ്സിലാക്കി നമ്മൾ എപ്പോഴും അതിനെ ഇംപ്രവൈസ് ചെയ്യാൻ ശ്രമിക്കണം. അല്ലാണ്ട് എപ്പോഴും പഠിച്ചുകൊണ്ട് മാത്രം ഇരിക്കരുത് എന്നുള്ളത് ഞാൻ എപ്പോഴും എൻ്റെ സൈഡിൽ നിന്ന് പറയുന്ന ഒരു കാര്യമാണ്. അപ്പൊ ആ ഒരു സ്കില്ല് തിരിച്ചറിയാനായിട്ട് നമുക്കിപ്പോൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. സോ അതിനെ ഐഡന്റിഫൈ ചെയ്യുക, അതിനെയും കൂടി ഇംപ്രവൈസ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് എനിക്ക് കുട്ടികളുടെ അടുത്ത് പറയാനുള്ള ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും എല്ലാവരും
നന്നായിട്ട് പഠിക്കുക. ഈ പറഞ്ഞ പോലെ ഈ ഒരു റിപ്പോർട്ട്സിലെല്ലാം 100% അല്ലെങ്കിൽ 96%, 98% ഒക്കെ കിട്ടിയ ആൾക്കാരുടെ പേരുകളൊക്കെ വായിക്കപ്പെടുന്നത് കേട്ടു. എല്ലാ കുട്ടികളും പഠിച്ച് മുന്നോട്ട് വരിക, ഹാപ്പി ആയിട്ടിരിക്കുക. ഈ ഒരു സമയമാണ് നിങ്ങൾക്ക് ഏറ്റവും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയം എന്ന് പറയുന്നത്. നിങ്ങളെ നല്ല വഴി കാണിച്ചു തരാൻ പേരൻസും അതുപോലെ തന്നെ സെക്കൻഡ് പേരൻസ് ആയിട്ട് ടീച്ചേഴ്സും ഒക്കെ ഉള്ള ഒരു നല്ല കാലം. സോ ഓരോ മൊമെന്റ്സും നിങ്ങൾ എൻജോയ് ചെയ്ത് ജീവിക്കുക. ഈശ്വരൻ എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാവർക്കും തരട്ടെ. ഒരുപാട് സന്തോഷം ഈ ഒരു ബ്ലൂ മൗണ്ട് പബ്ലിക് സ്കൂളിന്റെ ഈ ഒരു സെലിബ്രേഷന് ഇന്നത്തേക്ക് എന്നെ ക്ഷണിച്ചതിൽ ഒരുപാട് സന്തോഷം. എല്ലാ ടീച്ചേഴ്സിനോടും അല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാമിലെ എല്ലാ ഭാരവാഹികളോടും അതുപോലെ തന്നെ എന്നെ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്ത മനുഷ്യരോടൊക്കെയുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഇനിയും കാണട്ടെ. അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ആണെങ്കിലും ഞങ്ങൾക്ക് വേണം. എത്ര വലിയ നടിയാണെന്നും നടനാണെന്നും ഒക്കെ പറഞ്ഞാലും നിങ്ങൾ വേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളൊന്നും ഇല്ല. അപ്പൊ ഇതുപോലെ തന്നെ സപ്പോർട്ട് തരിക, പ്രാർത്ഥന ഉണ്ടാവണം. എനിക്കറിയാം എന്റെ എല്ലാ കൂട്ടുകാരും ആനുവൽ ഡേ ആയതുകൊണ്ട് എക്സൈറ്റ്മെന്റ് ആയിരിക്കുന്നത്. ഞാനും എന്റെ ആനുവൽ ഡേയ്സ് വരുമ്പോൾ എക്സൈറ്റ്മെന്റ് ആകാറുണ്ട്. കാരണം ആനുവൽ ഡേയ്സ് നമ്മുടെ കലാപരമായ ജീവിതത്തിൽ നമ്മളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ആദ്യത്തെ ഓഡിയൻസ് ആയ നമ്മുടെ ഫ്രണ്ട്സ്, പാരന്റ്സ്, ഗ്രാൻഡ് പാരന്റ്സ്, ടീച്ചേഴ്സ് അവരെല്ലാവരും നമുക്ക് തരുന്ന കയ്യടി നമ്മുടെ കലാപരമായ ജീവിതത്തിൽ നമ്മളെ മുന്നോട്ട് പോകാനുള്ള ഊർജം തരും. അതുപോലെ തന്നെ എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഒരു ദിവസം 1 മണിക്കൂറെങ്കിലും ബുക്ക് വായിക്കാൻ ശ്രമിക്കണം. കാരണം ബുക്സ് വായിക്കുന്നത് നമ്മളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. ഞാനും ബുക്സ് വായിക്കാറുണ്ട്. നിങ്ങളെല്ലാവരും മാളികപ്പുറം, ഭീമർ, 2018 എന്ന സിനിമകളിലൂടെ എനിക്ക് തന്ന സ്നേഹത്തിന് ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുന്നു. മാളികപ്പുറം സിനിമയ്ക്ക് ശേഷം ഞാൻ 2 സിനിമകൾ ചെയ്തു. ഒരു സിനിമയുടെ പേര് ഗൂന്നാണ്. മണിയമ്പിള്ള രാജുങ്കളാണ് അത് പ്രൊഡ്യൂസ് ചെയ്തത്. ഞാനും സൈജുങ്കളും മാളികപ്പുറം സിനിമയ്ക്ക് ശേഷം അച്ഛനും മകളുമായിട്ട് അഭിനയിച്ച സിനിമയാണ്. പിന്നെ ഞാൻ തമിഴില് അരുൺമണി 4 എന്ന് പറഞ്ഞ സിനിമ അഭിനയിച്ചു. അത് തമിഴ്നാട് പാട്ടിയുടെ കൂടെയാണ്. ഇത് 2 ഹൊറർ ഫാന്റസി ആണ്. നിങ്ങൾ എല്ലാവരും കാണണം, അഭിപ്രായം അറിയിക്കണം. ബ്ലൂ മൗണ്ട് ഗ്രൂപ്പ് ചെയർമാൻ അഡ്വക്കേറ്റ് ഡോക്ടർ കെ വിജയൻ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ബ്ലൂ മൗണ്ട് സ്കൂളിന്റെ 29ാമത് വാർഷിക ആഘോഷമാണ് 29 വർഷക്കാലത്തെ സംവത്സരക്കാലത്തെ നമ്മുടെ പ്രവർത്തനം. തീർച്ചയായും ഈ രംഗത്ത് നമ്മൾ ഈ ജില്ലയിൽ നിന്ന് മാത്രമല്ല സംസ്ഥാനത്ത് തന്നെ ഒരു പ്രധാന ശക്തിയായി മാറിയിരിക്കുക. സംസ്ഥാനത്തെ വിരലെണ്ണാവുന്ന സ്ഥാപനങ്ങളിലൊന്നായി ബ്ലൂ മൗണ്ട് വളർന്നു വരാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഈ സ്ഥാപനത്തോട് നിങ്ങൾ കാണിച്ചിട്ടുള്ള സ്നേഹവും വിശ്വാസവും അർപ്പണബോധത്തോടു കൂടിയുള്ള പ്രവർത്തനവും തീർച്ചയായും സാധിക്കപ്പെടേണ്ടതാണ്. ഇവിടെ ഈ കുമാരനാശാന്റെ പാദസ്പർശനേറ്റ പുണ്യഭൂമിയിൽ ഇതുപോലൊരു സരസ്വതി ക്ഷേത്രം ഉയർന്നു വരണമെന്ന് ആഗ്രഹിക്കുന്ന ഉൽപ്പദർശനങ്ങളായിട്ടുള്ള ആളുകൾ, സാമൂഹിക രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്നവർ, സാമൂഹ്യ സംഘടനകളിൽ പ്രവർത്തിക്കുന്നവർ, അങ്ങനെ ഒരുപിടി നല്ല ആളുകൾ, സർവോപരി രക്ഷകർത്താക്കൾ, നിങ്ങളുടെയൊക്കെ അക്ഷീണമായിട്ടുള്ള നിങ്ങളുടെയൊക്കെ കലവറയില്ലാത്ത പിന്തുണയും സഹകരണമാണ് ബ്ലൂ മൗണ്ട് സ്കൂളിൽ ഇങ്ങനെ വളർന്നു വരാനിടയായിട്ടുള്ളത്. ഇങ്ങനെ ഒരു സ്ഥാപനം ഇവിടെ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ കൊണ്ട് ഈ സ്ഥാപനത്തെ മുന്നോട്ട് നയിക്കാനുള്ള ഉൾപ്രേരക ശക്തിയായി പ്രവർത്തിക്കുന്ന നിങ്ങളാണ്. തീർച്ചയായും കാലാകാലങ്ങൾ വരുന്ന ഗവൺമെൻറ് എടുക്കുന്ന വിദ്യാഭ്യാസ സമീപനം എന്ത് തന്നെയായാലും ബ്ലൂ മൗണ്ട് സ്കൂളിന് നമ്മുടേതായ ഒരു വിദ്യാഭ്യാസ ക്രമവും ഒരു ചിട്ടയുമുണ്ട്. CBSE നിയമങ്ങൾക്ക് അനുസൃതമായി അതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ നമ്മളിങ്ങനെ സ്കൂൾ നടത്തുന്നുണ്ടെങ്കിലും നമ്മുടെ സ്കൂളിന് നമ്മുടേതായിട്ടുള്ള ഒരു അജണ്ടയുണ്ട്, നമ്മുടേതായിട്ടുള്ള പാഠ്യക്രമമുണ്ട്, ഒരു പാഠ്യപദ്ധതിയുണ്ട്. ആ പാഠ്യക്രമവും പാഠ്യപദ്ധതിയും നടപ്പിലാക്കിയപ്പോൾ കഴിഞ്ഞ 29 വർഷമായി നമുക്ക് ഈ സംസ്ഥാനത്ത് വിരലിലുണ്ടാവുന്ന സ്കൂളുകളിൽ ഒന്നായി മാറാൻ കഴിഞ്ഞു എന്നുള്ള വസ്തുത നമ്മൾ കണ്ടേണ്ടതായിട്ടുണ്ട്. അത് ഏറ്റവും പ്രധാനമായി പറയുന്നത് കമ്മ്യൂണിക്കേറ്റ് ഇംഗ്ലീഷ്.
നമ്മുടെ ഇന്ന് ഗ്ലോബലൈസേഷന്റെ ഭാഗമായി ലോകം മുഴുവൻ ഒന്നായി മാറുന്ന ഈ കാലഘട്ടത്തിൽ ലോകത്തിൻ്റെ ഭാഷയായ ഇംഗ്ലീഷ് പഠിക്കണമെന്നുള്ളത് കമ്പൽസറി ആണെന്നുള്ളതുകൊണ്ട് തന്നെ ബ്ലൂ മൗണ്ടിലെ സ്കൂളിലും സ്കൂൾ അങ്കണത്തിലും ബസ്സിൽ മാത്രമല്ല നമ്മുടെ സ്കൂളിലെ കുട്ടികളും രക്ഷകർത്താക്കളും അധ്യാപകരും കണ്ടുമുട്ടുന്ന എല്ലാ മേഖലയിലും ഇംഗ്ലീഷ് മാത്രമേ ഉപയോഗിക്കാവൂ കർശനമായി നിർബന്ധമാക്കിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും ബ്ലൂ മൗണ്ടിൽ നിന്ന് പോയാൽ ഞാൻ വിശദമായി പോകുന്നില്ല. ചിറയൻകിഴമ്പന്റെ ബി ശശി, മുൻമന്ത്രി ഇ.പി. ജയരാജൻ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ഡെയ്സി ജോസഫ്, വിദ്യാർത്ഥി പ്രതിനിധികൾ, PTA ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു. വ്യത്യസ്ത മേഖലകളിൽ കഴിവ് തെളിയിച്ച സ്കൂളിലെ വിദ്യാർത്ഥികളെയും ഏറെക്കാലമായി സ്കൂളിൽ സേവനം ചെയ്യുന്ന ജീവനക്കാരെയും വേദിയിൽ ആദരിച്ചു.